കൊല്ലത്ത് കോൺഗ്രസ് നിയന്ത്രണത്തിലെ ഡീസന്റ് ജംഗ്ഷൻ സഹകരണ ബാങ്ക് പ്രസിഡന്റിനെയും 4 ബോർഡ് മെമ്പർമാരെയും ജീവനക്കാർ പൂട്ടിയിട്ട് ഉപരോധിക്കുന്നു. അഴിമതി ചോദ്യം ചെയ്ത സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ഉപരോധം നടന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കൊല്ലത്ത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഡീസന്റ് ജംഗ്ഷൻ സഹകരണ ബാങ്കിലാണ് ഇത്തരത്തിലൊരു സംഭവ വികാസം ഉണ്ടായത്. സഹകരണ ബാങ്ക് പ്രസിഡന്റിനെയും 4 ബോർഡ് മെമ്പർമാരെയുമാണ് ജീവനക്കാർ തന്നെ പൂട്ടിയിട്ട് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അഴിമതി ചോദ്യം ചെയ്ത സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്തരത്തിലൊരു ഉപരോധം നടന്നിരുന്നത്. ഇത്തരത്തിൽ അഴിമതി ചോദ്യം ചെയ്തൊരു സെക്രട്ടറിയെ അദ്ദേഹത്തെ അഴിമതി ചോദ്യം ചെയ്തതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തൊരു നടപടി ബോർഡ് മെമ്പർമാരും അതേപോലെ തന്നെ പ്രസിഡന്റും ചേർന്ന് എടുത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ബാങ്ക് ജീവനക്കാർ തന്നെ സഹകരണ ബാങ്ക് പ്രസിഡന്റിനെയും 4 ബോർഡ് മെമ്പർമാരെയും പൂട്ടിയിട്ട് ഉപരോധിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഉപരോധമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്കുമാറുണ്ട് വിശദാംശങ്ങളുമായി. രാജ്കുമാർ, ഇപ്പോഴും ഉപരോധം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? സിന്ധൂരി, നിലവിൽ അല്പസമയം മുമ്പ് ഏതാണ്ട് 2-3 മിനിറ്റിന് മുമ്പ് ഈ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മിനിറ്റ്സ് ബുക്ക് അലമാരയിൽ വെച്ച് പോലീസിനെ സാക്ഷി നിർത്തി ഈ ജീവനക്കാർ തന്നെ പൂട്ടി അതിന്റെ താക്കോൽ ജീവനക്കാരുടെ പക്കൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ ഇവിടെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം മാത്രമേ ഈ ഓഫീസ് തുറന്ന് മിനിറ്റ്സ് ബുക്കും മറ്റും പരിശോധനയ്ക്ക് വിധേയമാക്കുകയുള്ളൂ. ഇനി ഇതിന്റെ ഈ സംഭവത്തിലേക്ക് കടന്നാൽ ഈ ഡീസന്റ് ജംഗ്ഷൻ സഹകരണ ബാങ്കിലെ അധികാര പോരിലും അഴിമതി ആരോപണങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ അഴിമതിക്കെതിരെ ഈ പോരാടുന്നവരെ ഇത് പുറത്താക്കുന്നതാണ് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു രീതി. ഇപ്പോൾ നിലവിലെ ബാങ്ക് പ്രസിഡന്റായ ഷാഫി ഒരു 11-അംഗ ഭരണസമിതിയിൽ ഷാഫിക്കൊപ്പം 6 പേർ ഉണ്ട്. 5 പേർ എതിർപക്ഷത്താണ്. ഇവർക്ക് നോട്ടീസ് പോലും നൽകി ഈ ബോർഡ് മീറ്റിംഗിനെ കുറിച്ച് അറിയിക്കാതെ നിലവിലെ സെക്രട്ടറിക്ക് പകരം പഴയ ഇൻചാർജിനെ തിരിച്ചു കൊണ്ടുവരാൻ എടുത്ത ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ ഈ മുൻ പ്രസിഡന്റ് തുളസീരൻപിള്ളയും മറ്റും ബോർഡ് മെമ്പർമാർ സഹകരണ വകുപ്പിന് പരാതി നൽകിയിരുന്നു. ഉദ്ദേശിച്ച കാര്യം നടക്കാതായതോടെ ഈ മാർച്ച് മാസത്തിൽ തുടങ്ങിയ ഒരു 10 ലക്ഷം രൂപയുടെ പ്രതിമാസ നിക്ഷേപ സ്കീമുണ്ട്. ഈ സ്കീമിൽ ക്രമക്കേട് സെക്രട്ടറി നടത്തി എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അകാരണമായി പ്രസിഡന്റ് ഷാഫി സെക്രട്ടറി ലക്ഷ്മിയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഇതാണ് ജീവനക്കാരുടെ പ്രതിഷേധത്തിന് കാരണം. അതായത് സീനിയോറിറ്റിയിൽ 12ാമനായ ഒരു പഴയ ഇൻചാർജിനെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളെ തിരികെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു സസ്പെൻഷൻ നാടകമെന്നാണ് ഈ എതിർപക്ഷത്തിന്റെ ആരോപണം. ബാങ്ക് പൂട്ടിയിറങ്ങാൻ നേരത്ത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയാണ് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു. തുടർന്ന് മാത്രമല്ല, ഈ നിലവിൽ ഈ പ്രസിഡന്റ് ഷാഫിക്കൊപ്പം നിൽക്കുന്ന ബോർഡ് മെമ്പർ ജ്യോതിഷിന് സെക്രട്ടറിയുടെ പകരം ചുമതലയും നൽകിയിരിക്കുകയാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ ബാങ്കിൽ ഇതുവരെ നടന്നത്. ബാങ്കിന്റെ മിനിറ്റ്സ് ബുക്ക് ഇത് കടത്തുന്നത് തടയാൻ CPIMന്റെ നേതൃത്വത്തിലും അവിടെ ഉപരോധം ഏർപ്പെടുത്തി. അതിന്റെ ഒരു പ്രതിഷേധമാണ് നമ്മൾ ഈ കാണുന്നത്. രാജ്കുമാർ, നാളെ ഇപ്പോൾ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം മാത്രമേ ഈ മിനിറ്റ്സ് ബുക്കിന്റെ പരിശോധന നടക്കുകയുള്ളൂ. ഒരു പക്ഷേ ഇത്തരത്തിൽ പരിശോധന നടക്കുമ്പോൾ കൂടുതൽ അഴിമതി കഥകളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഇതിനെ അഴിമതിയെ ആര് ചോദ്യം ചെയ്താലും അവിടെയുള്ള മുൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവരെ ഒതുക്കും. ഏത് വിധത്തിലായെങ്കിലും അവരുടെ ഈ വോട്ടിംഗ് ബാങ്കിന്റെ ഒരു ശക്തിയുടെ പശ്ചാത്തലത്തിൽ അവരെ ഒതുക്കി മാറ്റുകയാണ് രീതി. ഇത് പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ ഭരണസമിതിയാണ് ഈ ബാങ്ക്. അവർ തമ്മിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഒരു വിഭാഗം അഴിമതിയെ ചോദ്യം ചെയ്യുന്നു, മറുവിഭാഗം അഴിമതി നടത്തുമെന്ന് വെല്ലുവിളിക്കുന്നു. ഇത് ജനങ്ങൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇതുപോലത്തെ പല സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലും മറ്റും ഇതിൽ ക്രമക്കേട് ഉള്ളതായി ഒരു സൂചനകളുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയും.